ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ 19 മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് എല്ലാ പ്രൊമോസിലും ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് 7ൻ്റെ പണി തരും, മലപ്പുറം കത്തി, അമ്പും വില്ലും എന്നൊക്കെയാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, എപ്പിസോഡ് തുടങ്ങട്ടെ അപ്പോൾ അറിയാമെന്നുള്ളത്. അങ്ങനെ ഏതായാലും ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയ ദിവസം തന്നെ നല്ല ഒന്നാന്തരം പണിയും കൊടുത്തിട്ടുണ്ട്. എന്താണ് പണിയെന്ന് പറയാം. അതിനു മുമ്പ് ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് നോക്കാം. 19 മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ വീട് പരിചയപ്പെടുത്തുകയാണ്. ഒരു ഗംഭീര വീട്. ഈ വീടിന് പുറമെ ഒരു എക്സ്ട്രാ റൂം കൂടിയുണ്ട്. അതാണ് പണിപ്പുര. ഈ 7ൻ്റെ പണി എന്ന് പറഞ്ഞില്ലേ, അതിലൊരു പണിയാണത്. അതായത് കണ്ടസ്റ്റൻസ് കൊണ്ടുവരുന്ന അവരുടെ പെട്ടി, അവരുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ റൂമിൽ പിടിച്ചു വയ്ക്കും. ഈ സാധനങ്ങൾ വീണ്ടും അവർക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണിപ്പെടേണ്ടി വരും. അതാണ് ഈ പണിപ്പുര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വീടിനുള്ളിലേക്ക് ചെന്നാൽ കഴിഞ്ഞ സീസണുകളിലേക്ക് പോലെ ഒരുപാട് റൂമുകളൊന്നുമില്ല. എല്ലാവർക്കും കൂടെ ഒരൊറ്റ റൂമാണ്. അതേപോലെ തന്നെ ഇത്തവണത്തെ ജയിലും കുറച്ച് വെറൈറ്റിയാണ്. ഒരു ചരിഞ്ഞ രൂപത്തിലുള്ള ജയിലാണ്. അത് ജയിൽ മണിയറയല്ല, തടവറയാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ആരും ജയിലിൽ പോയിട്ട് സൂചിച്ച് കിടക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ലാലേട്ടൻ വീട് മുഴുവനും നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഓരോ മത്സരാർത്ഥികളെയായിട്ട് വീടിനുള്ളിലേക്ക് കയറ്റിവിടുകയാണ്. ഇവരെ വീടിനുള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് സീസൺ 7 ആദ്യത്തെ ടാസ്ക് മഷിമുദ്ര. സീസൺ 5 റെനീഷയാണത് നടത്തുന്നത്. ടാസ്ക് ഇതാണ്. മത്സരാർത്ഥിയുടെ കണ്ണ് മൂടിക്കെട്ടിയിട്ടുണ്ടാവും. അവരെ ഗൈഡ് ചെയ്യാൻ ഒരാളും ഉണ്ടാവും. മത്സരാർത്ഥിയുടെ മുമ്പിൽ നിരവധി പോഡിയംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിലൊരു പോഡിയത്തിൽ ഇവരുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു മാല ഉണ്ടാവും. അപ്പോൾ ഈ ഗൈഡൻസ് അനുസരിച്ചിട്ട് ഇവർ മുന്നിലേക്ക് നടക്കുക, മറ്റുള്ള പോഡിയത്തിലൊന്നും തട്ടാതെ കൃത്യമായിട്ട് ഈ ഗൈഡൻസ് കേട്ട് മുന്നിലേക്ക് നടക്കുക. അവരുടെ പോഡിയത്തിനടുത്തെത്തുമ്പോൾ ആ മാല എടുത്ത് കഴുത്തിലിടുക. അതിനുശേഷം മുന്നിൽ ഒരു ബൗളിലായിട്ട് കുറച്ച് മഷി കലക്കി വെച്ചിട്ടുണ്ടാവും. ആ മഷി കയ്യിൽ മുക്കി ഫ്രണ്ടിലുള്ള ഒരു ഗ്ലാസ് പ്രതലം ഉണ്ടാവും, അവിടെ പോയിട്ട് പതിപ്പിക്കുക. അത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളായിരിക്കും വിജയി എന്നുള്ളത്. ഇതൊരു പണിയാണേ, പക്ഷെ ഇത് അവസാനമായിരിക്കും കൊടുക്കുക. അങ്ങനെ ഓരോ മത്സരാർത്ഥികളെയും പരിചയപ്പെടുത്താണ്. ആദ്യം തന്നെ കോമണറായിട്ടുള്ള അനീഷ് തറയിലാണ്. തൃശ്ശൂരാണ് സ്വദേശം. എഴുത്തുകാരൻ, കൃഷിക്കാരൻ, സർവോപരി സ്ത്രീവിരുദ്ധൻ, ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഡിവോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതും കൂടെ അനീഷ് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് വീടിനുള്ളിലേക്ക് കയറുന്നു. ഈ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരും വീടിനകത്തേക്ക് കയറുന്നത്. രണ്ടാമതായിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നത് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന അനുമോളാണ്. മൂന്നാമത്തെ മത്സരാർത്ഥി മോഡലും ആക്ടറും ക്രിക്കറ്ററും ഒക്കെയായ ആര്യൻ ആണ്. ചെക്കൻ ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ ലവ് സ്ട്രാറ്റജിയൊക്കെ എടുക്കുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ചാൻസ് കിട്ടിയാൽ മിസ്സാക്കില്ലെന്നും അവൻ പറയുന്നുണ്ട്. നാലാമത് കലാഭവൻ സരികയാണ്. ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അഞ്ചാമത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സിംഗറും മ്യൂസീഷ്യനും ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാനാണ്. ഈ പേരിനൊപ്പം ഖാൻ വന്നത് എങ്ങനെയാണെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഷാറൂഖ് ഖാനോടുള്ള ഇഷ്ടം കൊണ്ട് പേരിനൊപ്പം ഖാൻ ചേർത്തതാണെന്ന് അക്ബർ പറയുന്നു. ആറാമത് RJ ബിൻസി, റേഡിയോ ജോക്കിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഏഴാമത് അഡ്വക്കേറ്റും ഷെഫും ട്രാവലറും ആയിട്ടുള്ള ഒനീൽ. എട്ടാമത് സീരിയൽ ആക്ട്രസും ഡോക്ടറുമായ ബിന്നി സെബാസ്റ്റ്യൻ. ഒൻപതാമത്തത് അഭിലാഷ്, ആക്ടറാണ്, ക്രിക്കറ്ററാണ്, ഇൻഫ്ലുവൻസറാണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ബിഗ് ബോസിലേക്ക് വന്നത്. പത്താമത് റന ഫാത്തിമ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. 11 മുൻഷി രഞ്ജിത്ത്. 12 മോഡലും എക്സ് ഹിന്ദി ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുമായിരുന്ന ജിസൽ. 13 ശാരിക, ഹോട്ട് സീറ്റിലൊക്കെ ഇരുത്തി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. 14 സീരിയൽ ആക്ടർ ഷാനവാസ്. 15 കൊറിയോഗ്രാഫറും സ്റ്റൈലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നെവിൻ. 16 ലെസ്ബിയൻ കപ്പിൾ ആദില ആൻഡ് നൂറ. 17 അമൃത TV സൂപ്പർ അമ്മയും മകളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിലൂടെ ഫേമസ് ആയിട്ടുള്ള ശൈത്യ. 18 രേണു സുധി.
രേണു സുധീനെയൊക്കെ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. 19 ഫിലിം ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത്. ഇവരൊക്കെയാണ് സീസൺ 7-ലെ 19 മത്സരാർത്ഥികൾ. അങ്ങനെ 19 പേരും വീടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഇവരെല്ലാവരും കയറുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നു. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ടാസ്കിൻ്റെ റിസൾട്ട് പറയുന്നു. അങ്ങനെ ആദ്യത്തെ ടാസ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 19 സെക്കൻഡ് കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആര്യനാണ്. 29 സെക്കൻഡ് കൊണ്ട് ബിന്നി സെബാസ്റ്റ്യനും 29 സെക്കൻഡ് കൊണ്ട് തന്നെ ഷാനവാസും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ പണിയുടെ തുടക്കം. സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു. എല്ലാവരും പോയി അവരവരുടെ പെട്ടി കളക്ട് ചെയ്യുന്നു. തുറന്ന് നോക്കുമ്പോൾ അതിൽ അവരുടെ സാധനങ്ങളൊന്നുമില്ല. പകരം ബിഗ് ബോസ് വെച്ചിട്ടുള്ള കുറച്ച് കച്ചറ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ബിഗ് ബോസ് ഇവരെ ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ഈ ടാസ്കിൽ ജയിച്ചിട്ടുള്ള 3 പേർക്ക് മാത്രമേ ഇവരുടെ സാധനങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവരവരുടെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പണിയെടുക്കണം. അങ്ങനെ ആദ്യത്തെ പണിയാണ് അവർക്കിട്ടുള്ളത്. ഈ ടാസ്കിൽ ജയിച്ചിട്ടുള്ള ആര്യനും ഷാനവാസിനും ബിന്നിക്കും ഓരോ ബാഡ്ജ് വീതം കൊടുത്തിട്ടുണ്ട്. അതവർ അവരുടെ കയ്യിൽ തന്നെ ധരിക്കുക. ഈ ബാഡ്ജ് ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നവരാരോ അവർക്കായിരിക്കും ഇനി കറക്റ്റായിട്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ കിട്ടുക. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ബാഡ്ജ് എവിടെ ഒളിപ്പിച്ചു വയ്ക്കാനോ ഒന്നും പാടില്ല. ഈ കയ്യിൽ തന്നെ ധരിച്ചുകൊണ്ടും ഇരിക്കണം. എങ്ങനെയായാലും തട്ടിപ്പറിച്ചെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഈ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള അടിപിടിയും വഴക്കുമൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താകും എങ്ങനെയാകും എന്നൊക്കെ വഴിയേ അറിയാം. ഏതായാലും ഇത്രയൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്.